My dears, welcome to view2learn. Today we are going to discuss a short story, Barn Burning, which is written by William Faulkner. Now let us see about the writer. William Faulkner was born in 1897 and he died in 1962. He was an American writer and Nobel Prize laureate from Oxford, Mississippi. A fable, The Rivers are his famous works, and he won Pulitzer Prize for these fictions. Burning is a short story which is written in 1895. ഒരു കൊളോക്കിയൽ അമേരിക്കൻ ലാംഗ്വേജിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ നൗ ലെറ്റ് us see the characters. Colonel Sartorius Snoops, that means Sati, a 10-year-old boy, and the story's protagonist. Abner Snoops, this Sati's father. Lenny Snoops, Sati's mother. Major Despain, a well-dressed and affluent landowner. Mr. Harris, he is also a landowner. Colonel John Snoops, Sartorius' older brother. Lizzie, Lenny's sister and Sartorius' aunt. Lula Despain, Major Despain's wife. The servant. So these are the main characters of this short story. നമുക്ക് ആ സ്റ്റോറി നോക്കാം. ബൺ ബേണിംഗ് എന്ന് പറയുന്ന ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള സാർട്ടിയാണ്. സാർട്ടിയുടെ യഥാർത്ഥ പേര് നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ, കേണൽ സാർട്ടോറിയസ് സ്നോപ്സ്. അവനെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സാർട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സാർട്ടിയാണ്, ഈ 10 വയസ്സുകാരനായ സാർട്ടിയാണ് നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. അവരിപ്പോൾ ഒരു യാത്രയിലാണ്. ഈ സമയത്താണ് അവൻ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. കഥ ആരംഭിക്കുന്നത് ഒരു ജനറൽ സ്റ്റോർ that is being used for a courtroom. A 10-year-old boy, Colonel Sartorius Snoops, though he is usually referred as the boy, is crouching in the back, barely able to see his father, Abner Snoops, and his neighbor. The neighbor, his name is Mr. Harris, who has made a complaint against Abner. So, പാർട്ടി പറയാണ്, നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു ജനറൽ സ്റ്റോറിൻ്റെ അവിടെയാണ്. അതായത് ഒരു യൂസ്ഡ് ഫോർ എ കോർട്ട് റൂം, ഒരു കോടതിയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാട്ടുകൂട്ടം പോലുള്ള അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനും ന്യായവിധികൾ നടത്താനുമുള്ള ആ ഒരു സ്ഥലം, ആ ഒരു സ്പേസിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ആ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അവിടെ ഒരു ചെറിയ കൊച്ചെന്ന് പറയുന്നത് നമ്മുടെ സാർട്ടിയാണ്. അവനവിടെ പുറത്തിങ്ങനെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, ഉള്ളിൽ, അതായത് ആ കോർട്ടിനകത്ത് നമ്മുടെ സാർട്ടിയുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ നെയ്ബറായ മിസ്റ്റർ ഹാരിസുമാണ് ഉള്ളത്. മിസ്റ്റർ ഹാരിസ് ആബ്നർ സ്നൂപ്സ് എന്നാണ് നമ്മുടെ സാർട്ടിയുടെ അച്ഛൻ്റെ പേര്. അച്ഛനെതിരെ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു. allowed his hog to get into Harry's yard several times. After Harris finally kept the hog and ordered Abner to pay if he wanted it back, Abner allegedly set his barn afire that night. So എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോഗ് മീൻസ് പിഗ്. ഓക്കെ, സോ നമ്മുടെ ആബ്നർ സ്നൂപ്സിന് ഒരു പന്നി ഫാം ഉണ്ട്. അദ്ദേഹം ആ പന്നി ഫാം ഒരു കെട്ടുറപ്പൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ നെയ്ബറാണ് മിസ്റ്റർ ഹാരിസ്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക്, അതായത് അവിടെ ചോളമാണ് കൃഷി ചെയ്യുന്നത്, അവിടേക്ക് എപ്പോഴും ഈ പന്നികൾ വന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ഹാരിസ് ആബ്നർ സ്നൂപ്സിനെ വാൺ ചെയ്തു, ഇനി മേലാൽ നിങ്ങളുടെ പന്നിയെ ഇങ്ങോട്ട് വിടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കയറൊക്കെ ഇവർക്ക് കൊടുക്കുകയാണ്. ആ പന്നി ഫാമൊക്കെ ഒന്ന് കെട്ടി ഉറപ്പിച്ച് പന്നികൾ പുറത്ത് കിടക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെ അടുത്ത ദിവസം തന്നെ, ഇതുപോലെ പന്നികൾ പുറത്തേക്ക് വരികയും അദ്ദേഹത്തിന്റെ കൃഷിയിടം നശിപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട ഹാരിസിന് ദേഷ്യം വന്നു. അദ്ദേഹം ആബ്നർ സ്നൂപ്സിന്റെ ഫാമിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ആ കൊടുത്ത കയറുകളെല്ലാം അവിടെ വെറുതെ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ആ ഫാം ഒന്ന് കെട്ടുറപ്പാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇത് കണ്ട ഹാരിസിന് ദേഷ്യം വരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ പന്നിയെ പിടിച്ചു കെട്ടി അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ വെക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു ഫൈൻ പറയുന്നുണ്ട്, ആ ഫൈൻ തന്നാൽ മാത്രമേ ഇതിനെ റിട്ടേൺ ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ആബ്നർ സ്നൂപ്സ് അദ്ദേഹം ഒരു നിഗർ എന്നാണ് പറയുന്നത്, NIGGER. ഓക്കെ, ഇതുവരെ അവിടെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു കറുത്ത വർഗ്ഗക്കാരനായ അല്ലെങ്കിൽ കറുത്തിരുണ്ട ഒരു മനുഷ്യനെ
ഈ ഫൈനുമായി പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രൊഡക്റ്റ്, ആ പന്നിയെ തിരിച്ചു മേടിക്കുന്നു. ഈ സമയത്ത് നിഗർ ഒരു കാര്യം നമ്മുടെ ഹാരിസിനോട് പറയുന്നുണ്ട്. അത് എന്താണ് എന്ന് നിഗറിനും അറിയത്തില്ല, എന്താണ് അതിന്റെ അർത്ഥം എന്ന്. ഇതെന്നെ എന്നോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വുഡ് ആൻഡ് ഹേ ഇൻ ബേൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മുടെ ഹാരിസിന് മനസ്സിലായില്ല. പക്ഷെ അന്ന് രാത്രി അദ്ദേഹത്തിന് കളപ്പുര കത്തിപ്പോകുന്നു. അന്നേരമാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, നേരത്തെ ആ നിഗറിലൂടെ ആബ്നർ സ്നൂപ്സ് തനിക്ക് തന്നത് ഒരു മുന്നറിയിപ്പായിരുന്നു. വുഡ് മീൻസ് തടി, ഹേ മീൻസ് വൈക്കോൽ, ഇൻ ബേൺ മീൻസ് ബേൺ ദാറ്റ് വി നോ. സോ അപ്പോൾ ഇത് കത്തിച്ച് കളയുമെന്നുള്ള ആ ഒരു വാർണിംഗ് ആയിരുന്നു അദ്ദേഹം കൊടുത്തത്. സോ ഇതാണ് ഹാരിസ് പ്രൂഫായിട്ട് കോടതി സമക്ഷം ഹാജരാക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഇങ്ങനെ ഒരു കാര്യം പറയുന്നതുകൊണ്ട് മാത്രം കോടതി ഒരിക്കലും ആ വാദത്തെ അംഗീകരിക്കുകയല്ല. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് ഈ കാര്യം അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് ആ ജഡ്ജ് പറയാണ്. എന്നിട്ട് ഹാരിസും ജഡ്ജും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് അദ്ദേഹത്തിന്റെ ഇളയ മോനായ സാട്ടിയുടെ സാക്ഷിമൊഴി ഒന്ന് നോക്കാമെന്ന് ഇവർ പറയാണ്. കാരണം സാട്ടി എന്ന് പറയുന്നത് 10 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന പോലെ അവൻ ചിലപ്പോൾ എല്ലാം പറഞ്ഞാലോ എന്ന് വിചാരിച്ച് സാട്ടി realizes he will have to lie and defend his father. The justice advised him to leave the town. Abner says he was planning to anyway. So ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാട്ടിയെ വിളിക്കുകയാണ്. സാട്ടിക്ക് അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അച്ഛൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന്. ആ അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി, അച്ഛന് വേണ്ടി അവൻ ഇവിടെ കള്ളം പറയണം എന്നുള്ള ഒരു ഐഡിയ ആ കുഞ്ഞു മനസ്സിൽ പോലും വന്നു. അവൻ എന്നിട്ട് പറയാണ്, ഈ ഹാരിസ് പറയുന്നത് കള്ളമാണ് എന്ന് നമ്മുടെ സാട്ടി പറയാണ്. അവസാനം ഇതെല്ലാം കേൾക്കുന്ന ജഡ്ജ് പറയാണ്, നിങ്ങൾ ഫൈനും തരണ്ട, ഒന്നും ചെയ്യണ്ട, ഈ നാട്ടിൽ ഇനി നിൽക്കണ്ട എന്ന് പറയുന്നു. അന്നേരം ഇത് കേൾക്കുന്ന സമയത്ത് സ്നൂപ്സ് പറയാണ്, അദ്ദേഹം കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഓ അങ്ങനെ അല്ലേലും ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചൊന്നുമല്ല, ഞങ്ങൾ അല്ലേലേ പോകാൻ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോകുന്നു. ആബ്നറും സാട്ടിയും സാട്ടിയുടെ സഹോദരനും കൂടെ ഒരുമിച്ച് അവർ വണ്ടിയിൽ കയറി അവരുടെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ആ സമയത്ത് അവൻ്റെ അമ്മയും ആൻറ്റിയും പിന്നെ ട്വിൻ സിസ്റ്റേഴ്സും എല്ലാം അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. എന്തിനാ? അടുത്ത യാത്ര പോകാൻ അവർ തയ്യാറായിരിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് ഇറങ്ങിയ പാടെ അവരെല്ലാം യാത്രയ്ക്ക് റെഡിയാണ്. കാരണം ഇവരെപ്പോഴും ഇങ്ങനെയാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു തരം നാടോടികൾ പോലെ. അവരുടെ ലൈഫും ലൈഫ് സ്റ്റൈൽസും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അന്ന് തന്നെ അവരവിടെ നിന്ന് പോയി. ദാറ്റ് നൈറ്റ് ദേ സ്റ്റോപ്പ് ആൻഡ് മേക്ക് എ സ്മോൾ ഫയർ. ആബ്നർ പുൾസ് സാട്ടി aside and accuses him of having wanted to betray him to the justice during the trial. He hits Sati, tells him that being a man means being loyal to one's own blood. സോ അവര് അങ്ങനെ അവരുടെ ആ യാത്രയിൽ അന്ന് രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ ഒരു ചെറിയ തീയൊക്കെ കൂട്ടി എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ആബ്നർ സ്നൂപ്സ് തൻ്റെ മോനായ സാട്ടിയെ അടുത്തോട്ട് വിളിച്ചിട്ട് അവനെ കുറ്റപ്പെടുത്തുമായിരുന്നു. നീ ഇന്നത്തെ ആ ട്രയലിൽ ആ ജസ്റ്റിസിന്റെ മുന്നിൽ വെച്ച് ഒരു പക്ഷേ എന്നെ നീ കാണിച്ചു കൊടുത്തേനെ, എനിക്ക് അങ്ങനെ തോന്നി നിന്റെ പ്രകടനം കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സാട്ടിയെ ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. എന്നിട്ട് സാട്ടിയോട് പറയാണ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏതൊരു മനുഷ്യനും അവനവൻ്റെ ചോരയോടാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരോടല്ല എന്ന് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്തരം ചിന്തകൾ ഇദ്ദേഹം പകർന്നു കൊടുക്കുകയാണ്. The next day the family arrives at a 2-room house. Abner tells Sati to accompany him to the main house where the Major Despains lives. Upon seeing the mansion, Sati feels a surge of joy, imagining that it's impervious to his father's destructive tendencies. അങ്ങനെ അടുത്ത ദിവസം അവരവരുടെ പുതിയ നാട്ടിലെത്തി. അവിടെ ഒരു 2 റൂമുള്ള ഒരു ഹൗസിലേക്കാണ് അവരെത്തിയത്. അവിടെയും അവർക്കൊരു ലാൻഡ് ലോർഡ് ഉണ്ടായിരുന്നു, ലാൻഡ് ഓണർ. അദ്ദേഹത്തിൻ്റെ പേര് മേജർ ഡി സ്പെയിൻ എന്നാണ്. അപ്പോൾ സാട്ടി അവിടെ ചെന്നപാടെ സാട്ടിക്ക് ആ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതുവരെ താമസിച്ച സ്ഥലങ്ങളെക്കാളും എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അവർ എത്തിച്ചേർന്നതെന്നൊക്കെ സാട്ടി നമ്മളോട് കഥ വിവരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് സാട്ടി പറയാണ്, അച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ട് മേജർ ഡി സ്പെയിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ ആ മേജർ ഡി സ്പെയിൻ്റെ ആ സ്ഥലവും അവിടുത്തെ വേലക്കാരെയും ഒക്കെ കണ്ടപ്പോൾ സാട്ടി വിചാരിച്ചു, അച്ഛൻ്റെ പഴയ സ്വഭാവം ഇവിടെ കാണിക്കുകയല്ല. ഒരു നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബട്ട് ആസ് ആബ്നർ മാർച്ചസ് അപ് ടു ദ ഹൗസ്, he seemingly on purpose, steps in horse droppings,
A black servant opens the door and says the major isn't at home. But Abner brushes past him and stamps his foot into the fancy imported rug, soiling it. ആബ്നർ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ആ നടന്നു പോകുന്ന സമയത്ത് അവർ കുതിരവണ്ടിയിലായിരുന്നു വന്നതല്ലേ. അപ്പോൾ ആ കുതിര ചാണകത്തിൽ ജസ്റ്റ് ഒന്ന് ചവിട്ടി അദ്ദേഹത്തിന്റെ ഷൂ ഒക്കെ വൃത്തികേടാക്കി. എന്നിട്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് സെർവന്റ് പറയുന്നുണ്ട്, ഇവിടെ മേജർ ഡിസ്പെയിൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോന്ന്. പക്ഷെ അദ്ദേഹം പറയുന്ന ആ സെർവന്റ് പറയുന്ന കാര്യം നമ്മുടെ ആബ്നർ സ്റ്റൂപ്സ് കേൾക്കാതെ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ ഉള്ള ഒരു റഗ് മീൻസ് പരവതാനി, ഓക്കെ, അല്ലെങ്കിൽ ചവിട്ടാനായിട്ട് നമ്മൾ താഴെ ഇടുന്ന തുണിയില്ലേ, കമ്പിളിയും കൊണ്ടുള്ള ഒരു തുണിയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മേലെ അദ്ദേഹത്തിൻ്റെ കാലയിലുണ്ടായിരുന്ന ആ ചെളിയെല്ലാം അദ്ദേഹം മനഃപൂർവ്വം എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സ്വഭാവം ഏറെക്കുറെ ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും അല്ലെ. അവിടെ മേജർ ഡിസ്പെയിൻ ഇല്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി തിരിച്ചു പോരുന്ന വഴിക്ക് ഇദ്ദേഹം സാർട്ടിയോട് പറയാണ്, കറുത്തവർഗ്ഗക്കാരുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ് ആ വീട്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രതിഷേധം പ്രകടമാക്കിയത്. എങ്ങനെ? ആ മാറ്റയിലെല്ലാം അദ്ദേഹത്തിന്റെ കാലിൽ ഉണ്ടായിരുന്ന ചെളിയെല്ലാം വാരി തേച്ചുകൊണ്ട്. സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പൊ ഏകദേശം നമ്മുടെ ആബ്നർ സ്നൂപ്സിന്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലായി കാണും. എന്തിലും ഏതിലും കുറ്റം കണ്ടെത്തുന്ന ഒരു വ്യക്തി. Later that day, the servant brings the rug to the Snopes family house to be cleaned. Abner orders the two sisters to clean it, and they do it reluctantly and lethargically. Abner throws a fragment into the homemade lay, ensuring that it will streak the rug. So, അങ്ങനെ അവർ തിരിച്ചു വന്നതിന് ശേഷം മേജർ ഡിസ്പെയിൻ്റെ വീട്ടിലുള്ള സെർവൻറ്റ് ആ റഗ്ഗുമായിട്ട് ആബ്നർ സ്റ്റൂപ്സിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇനി അങ്ങ് കൊണ്ട് തന്നാൽ മതിയെന്ന്. ഇത് കേൾക്കുന്ന പാടെ ആബ്നർ സ്റ്റൂപ്സ് അദ്ദേഹത്തിന്റെ സഹോദരിമാരെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, സഹോദരി എന്ന് പറഞ്ഞാൽ ഭാര്യ സഹോദരി കേട്ടോ. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കാൻ പറയുന്നു. അവരിത് വളരെ ലെത്താർജിക്കലി, ഒരു താല്പര്യവും ഇല്ലാതെ അത് അവർ വൃത്തിയാക്കി വെക്കുന്നു. അന്ന് അത് ഉണങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവരത് വിരിച്ചിടുന്നു, അടുത്ത ദിവസം കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്. ഈ സമയത്ത് ആബ്നർ സ്നൂപ്സ് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. അദ്ദേഹം ആ നനഞ്ഞ ചവിട്ടിയുമായിട്ട് അത് വൃത്തികേടാക്കിയതിന് ശേഷം ആ നനഞ്ഞ ചവിട്ടിയുമായിട്ട് തിരിച്ച് മേജർ ഡിസ്പെയിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടുത്തെ അതിൽ 2 ചവിട്ടെല്ലാം ചവിട്ടി ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചവിട്ടി അങ്ങോട്ട് വലിച്ചെറിയുന്നു. The major come back to the house and almost shocked tells Abner that he ruined the $100 rug. Charge him 20 bushels of corn against the next crop. Sati works hard the rest of the week, and on Saturday his father orders him to prepare the wagon. So, ഈ സമയത്ത് നമ്മുടെ മേജർ ഡിസ്പെയിൻ തിരിച്ചു വന്ന് ഈ ചവിട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ അദ്ദേഹം ഷോക്ക് ആവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ $100 കൊടുത്ത് വാങ്ങിയ റഗ്ഗാണ് ഒന്നിനും കൊള്ളാതെ വളരെ മോശമായി വൃത്തികേടാക്കി ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മുടെ ആബ്നർ സ്നൂപ്സിന്റെ ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് ഇവിടെ പ്രകടമാകുന്നത്. പക്ഷെ ആ കുട്ടിയെ ഓർക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നണം, കാരണം ഒരു പാവം കൊച്ചല്ലേ. സോ അവനിങ്ങനെ ഇതിങ്ങനെ ആ കഥ പറയുമ്പോഴും നമ്മുടെ സാർട്ടിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഫീലിങ്സ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ ഇദ്ദേഹം പറയാണ്, ആബ്നർ സ്നൂപ്സിൻ്റെ അടുത്ത് ആ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജീവിതകാലത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് തിരിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയാണ് 20 bushels of corn. ബർഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവിനെ പറയുന്നതാണ്. അപ്പോൾ 20 bushel of corn, അതായത് അത്രയും അളവ് ചോളം എനിക്ക് തന്നാൽ മതി എന്ന് ആര് പറയാണ്? മേജർ ഡിസ്പെയിൻ പറയാണ്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാർട്ടി പറയുന്നത്, ഞാൻ അന്നിങ്ങനെ എല്ലാ ദിവസവും ഇത് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊരു ദിവസം സാറ്റർഡേ അച്ഛൻ പറഞ്ഞു, വാഗണെല്ലാം റെഡിയാക്കി വെക്കാൻ നമുക്കൊന്നുകൂടെ കോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. He takes his 2 sons to another courtroom. Sati is confused and begins to protest to the justice that his father didn't burn anything, but his father orders him out. പാവം സാട്ടി അല്ലേ. സോ വാട്ട് ഹാപ്പൻ ഹിയർ? നമ്മുടെ സാട്ടിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും അച്ഛനും കൂടി പിന്നെയും ആ സാറ്റർഡേ അവർ ആ കോർട്ട് റൂമിലേക്ക് പോവുകയാണ്. പുതിയ സ്ഥലത്തെത്തി എന്ന് ഓർക്കണം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ പഴയ സ്വഭാവം തുടരുകയാണ്. അവിടെ നിന്ന് അവർ കോർട്ടിൽ ചെല്ലുന്നു. അങ്ങനെ കോർട്ടും ജഡ്ജിയും ഒക്കെ കണ്ടപാടെ ഈ 10 വയസ്സുകാരനായ കുട്ടിക്ക് പഴയ കാര്യം ഓർമ്മ വന്നേ. അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബോധത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ അച്ഛനൊന്നും കത്തിച്ചിട്ടില്ല, അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന്. കാരണം അച്ഛൻ അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ബ്ലഡിൻ്റെ കൂടെ നിൽക്കണം, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ അല്ലേ. അപ്പോൾ അത് കേട്ട് ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് സാട്ടി എന്ത് ചെയ്തു?
പഴയ കാര്യം ഓർത്തിട്ട് പുതിയത് എന്താ കാര്യം എന്ന് പോലും കൊച്ചിന് അറിയത്തില്ല. അവൻ നേരിട്ടങ്ങ് പറഞ്ഞു അച്ഛനൊന്നും കത്തിച്ചിട്ടില്ല. ഇത് കേൾക്കുന്ന പാടെ നമ്മുടെ ആബ്നർ സ്നൂപ്സ് പറയാണ് സാട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് സാട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദ ജസ്റ്റിസ് ഫൈൻസ് അഗെയിൻസ്റ്റ് ആബ്നർ ബട്ട് തിങ്സ് 20 bushels is too much for a sharecropper, so he modifies the amount to 10. അപ്പോൾ 20 bushel കൊടുക്കാൻ പറഞ്ഞത്. ജസ്റ്റിസിന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ആണ്, അതായത് കൂട്ടുകൃഷിയാണ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു 20 bushel എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിളവ് വരും, അത് അത്രയും കൊടുക്കാൻ കഴിയല്ലോ. അതുകൊണ്ട് ഒരു 10 bushel കൊടുത്താൽ മതി എന്ന് ജസ്റ്റിസ് പറയാണ്. സാട്ടി ഹിയർസ് ഹിസ് മദേഴ്സ് ക്രൈ ആൻഡ് റിയലൈസസ് ദാറ്റ് ഹിസ് ഫാദർ ഈസ് ഫില്ലിംഗ് എ കെറോസിൻ ക്യാൻ വിത്ത് ഓയിൽ. He orders Sati to get more oil from the stable. Once back, he asks his father desperately if he is going to send someone to warn the major like he did last time. സോ സാട്ടി പറയാണ് അന്നത്തെ ദിവസം രാത്രി ആയപ്പോൾ അമ്മ അച്ഛനെ എന്തിനോ തടയുന്നതായിട്ട്, അമ്മ കരഞ്ഞുകൊണ്ട് പോവരുത് എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അത് അവിടെ എന്താ സംഭവിച്ചിരുന്നത്, അച്ഛൻ കെറോസിൻ ഫില്ല് ചെയ്യായിരുന്നു. പല ക്യാനുകളിലായിട്ടിരിക്കുന്ന കെറോസിൻ എല്ലാം കൂടെ ഒരുമിച്ചൊഴിച്ച് അദ്ദേഹം കെറോസിൻ ഫില്ല് ചെയ്യായിരുന്നു. എന്നിട്ട് ഈ സമയത്ത് സാട്ടി വരുമ്പോൾ സാട്ടിയോടും പറയുന്നുണ്ട് നീ ആ സ്റ്റേബിളിൽ പോയിട്ട് കെറോസിൻ എടുത്തുകൊണ്ട് വരാൻ. പക്ഷേ സാട്ടി വിസമ്മതിച്ചു. എന്നിട്ട് സാട്ടി പറഞ്ഞു ഞാൻ ഈ കാര്യം പോയിട്ട് ഒരു ഇൻഫോം കൊടുക്കാൻ പോവുകയാണ് മേജർ ഡിസ്പെയിന്, അച്ഛൻ ഇങ്ങനെ ചെയ്യണ്ട. ഒരു പാവം കൊച്ചല്ലേ, കുഞ്ഞു കൊച്ചെന്ന് പറയുമ്പോൾ അച്ഛന്മാരല്ലേ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ ഈ കൊച്ചു പറയാണ് ഇനി ഇങ്ങനെ ചെയ്യണ്ട, എത്ര കാലമായി ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ അവനിങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ his father orders Sati's mother and aunt to restrain him. They do so, although the aunt claims that if Sati isn't let go, she'll go up to the major house herself. So, സാട്ടിയുടെ അച്ഛൻ അമ്മയുടെ സഹോദരിയോടും കൂടെ അവനെ പിടിച്ചു കെട്ടിയിടാൻ പറയാണ്. എന്നിട്ട് അവനെ പിടിച്ചു കെട്ടിയിടുന്നു. ഈ സമയത്ത് അമ്മയുടെ സഹോദരിയായ ആ സ്ത്രീ പറയുന്നു. എന്ന കഥാപാത്രത്തെ നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സിനെ നോക്കിയായിരുന്നു കേട്ടോ. സോ അതൊന്ന് റിവൈസ് ചെയ്യാം. സോ അവർ പറയാണ് സാട്ടിയെ അഴിച്ചു വിടുന്നില്ല എങ്കിൽ ഞാൻ തന്നെ മേജർ ഡിസ്പെയിൻ്റെ വീട്ടിൽ ചെന്ന് ഈ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സാട്ടിയുടെ അമ്മ സാട്ടിയെ അഴിച്ചുവിടുന്നു. ഫൈനലി സാട്ടി റിക്കിൾസ് ഹിസ് അവേ ഔട്ട് ഓഫ് ഹിസ് മദേഴ്സ് ഗ്രാസ്പ് ആൻഡ് റേസസ് അപ് ടു ദ മെയിൻ ഹൗസ് വേർ ഹി ഷൗട്ട്സ് ബാൺ. സോ സാട്ടി രക്ഷപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ അമ്മ അവിടെ നിന്ന് ആ കെട്ടിയിട്ട് നിന്ന് ഊരി വന്ന് അവൻ ഓടി ആ മേജറിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ചെറിയ 10 വയസ്സുകാരൻ ഓടുകയാണ്. എന്നിട്ട് അവൻ അവിടെ ചെന്ന് ഇങ്ങനെ പറയാൻ നോക്കുമ്പോൾ അവന് പറയാൻ വരുന്നില്ല. അവൻ ആകെ പറഞ്ഞത് ബാൺ എന്നാണ്. സോ അത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ടൈറ്റിലും അല്ലേ. ഈ സമയത്തേക്കും അവൻ കാണുന്നുണ്ട് മേജർ ഡിസ്പെയിൻ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പുറത്ത് അതിലൂടെയെല്ലാം നടക്കുന്നുണ്ട്, അതായത് അതിലൂടെ സവാരി ചെയ്യുന്നുണ്ട് തൻ്റെ കൃഷിയിടമെല്ലാം നോക്കിക്കൊണ്ട്. ഇത് കണ്ടപാടെ ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഇവൻ പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം കേട്ടില്ല എങ്കിൽ ഇവനും തെറ്റുകാരനാണ് എന്ന് മേജർ ഡിസ്പെയിൻ വിചാരിക്കും. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു, അവിടെ ഒരു സൈഡിൽ മറഞ്ഞിരുന്നിട്ട് അദ്ദേഹം പോയതിന് ശേഷം എഴുന്നേറ്റ് നടക്കുകയാണ്. ദിസ് ടൈം away from his house, as he is running, he hears one shot, then two, and begins to cry out for his father. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ സമയത്ത് നമ്മുടെ സാട്ടി എങ്ങനെ അദ്ദേഹം പോയതിന് ശേഷം എഴുന്നേറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അച്ഛനെ രക്ഷിക്കണോ അതോ ഇദ്ദേഹത്തോട് കാര്യങ്ങൾ പറയണോ, ആരെയാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വളരെ വിഷമത്തിൽ അവനിങ്ങനെ നടക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് 2 വെടിയൊച്ച കേട്ടു. അത് കേട്ടപാടെ അവന് മനസ്സിലായി അവൻ്റെ അച്ഛനും സഹോദരനുമായിരിക്കും മരിച്ചതെന്ന്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു അച്ഛാ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഹി റിമൈൻഡ്സ് ഹിംസെൽഫ് that his father was in the war, though he doesn't know that his father was only it in for his own private gain. So അവന് സ്വന്തമായിട്ട് അവൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളല്ലോ എന്നോർത്ത് അവൻ ചങ്കുപൊട്ടി കരയാണ് ഇപ്പോൾ. എന്നിട്ട് അവനിങ്ങനെ നടന്നു പോവുക. ഒരു 10 വയസ്സുകാരൻ്റെ വികാരം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. എന്നിട്ട് സാട്ടി prepares to continue walking away from his home and family.
മുൻപോട്ട് അവനിങ്ങനെ സാട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അമ്മേനെ കാണാനോ ആൻറ്റീനെ കാണാനോ ഒന്നും പോയില്ല. അവന് കാര്യം മനസ്സിലായി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. ആ ഒരു സങ്കടത്തോടെ അവനിങ്ങനെ വീട്ടിലേക്ക് പോവാതെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. മുന്നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഫോറസ്റ്റ് ആണ് എന്നാണ് കഥയിൽ പറഞ്ഞു വെക്കുന്നത്. സോ ആ സാട്ടി അങ്ങോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ളത് റീഡറിൻ്റെ മൈൻഡിലേക്ക് വിടുകയാണ്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. സോ താങ്ക് യു മൈ ഡിയേഴ്സ്. എല്ലാവർക്കും പറഞ്ഞു തന്ന കണ്ടന്റ്സ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 6th സെമ്മിന് പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തൊരു ടോപ്പിക്കാണിത്. HSA സിലബസ് ബേസ്ഡ് അല്ല. സോ HSAക്ക് പഠിക്കുന്നവര് ഈ ഒരു ടോപ്പിക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ മൈ ഡിയേഴ്സ്, ഐ ജസ്റ്റ് ഹാവ് എ റിക്വസ്റ്റ് ടു യു. If you have not subscribed this channel, please subscribe and please share this channel with your friends.